ക്യൂട്ടീസ്, നമ്മൾ ഇന്നൊരു ബിഗിനർ ഫ്രണ്ട്ലി ഗ്ലോയി ഡൂയി ഡെസി മേക്കപ്പ് ലുക്ക് എങ്ങനെ ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ മോയ്സ്ചറൈസർ ആണ് എടുക്കുന്നത്. ഇത് പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ്. എൻ്റെ കയ്യിൽ പോൺസിന്റെ 2 മോയ്സ്ചറൈസർ ഉണ്ട്. ഞാൻ കൂടുതലും കുറച്ച് ഓവറായിട്ട് മേക്കപ്പ് ഇടുമ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് എടുക്കുന്നത്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഈ ഒരു മോയ്സ്ചറൈസർ ഇടുമ്പോൾ എൻ്റെ സ്കിൻ കുറച്ച് ഓയിലി ആവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ മേക്കപ്പിന്റെ കൂടെ ആകുമ്പോൾ അതങ്ങ് സെറ്റായി പൊക്കോളൂ. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഫുള്ളായിട്ട് അത് അബ്സോർവ് ആവാനായിട്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഏറ്റവും സിമ്പിളായ ഒരു ബിഗിനർ ഫ്രണ്ട്ലി മേക്കപ്പ് ലുക്കാണ് കേട്ടോ കാണിക്കുന്നത്. സോ വീഡിയോ മൊത്തമായിട്ട് കാണണേ. അടുത്തത് ഞാൻ ഈ സ്വിസ് ബ്യൂട്ടീൻ്റെ പ്രൈമറാണ് എടുക്കുന്നത്. പ്രൈമറിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ പോർസ് കവർ ചെയ്യുക, അതായത് നമ്മുടെ മുഖത്തൊന്ന് ബ്ലർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. നമുക്കൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്തെടുക്കാൻ പ്രൈമറിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടെ മുഖം ഒന്ന് മാറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമർ ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടി കളർ കറക്റ്റർ ആണ് കേട്ടോ എടുക്കുന്നത്. എനിക്ക് അനുഗ്രഹിച്ച് കുറച്ച് ഡാർക്ക് സർക്കിൾസ് തന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് കളർ കറക്റ്റർ ഇല്ലാണ്ട് ഈ അണ്ടർ ഐസ് കറക്റ്റ് ആക്കാൻ പറ്റൂല കേട്ടോ. ഇത് പക്ഷേ ഡാർക്ക് സർക്കിൾസ് ഇല്ലാത്തവർക്ക് ഓപ്ഷണലാണ്. ഡാർക്ക് സർക്കിൾസ് ഇല്ലാത്തവർ ജസ്റ്റ് കൺസീലർ മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഫെയർ സ്കിൻ ടോൺ ആണ് എന്നിട്ട് ചെറിയ രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പീച്ച് കളർ കറക്റ്റർ യൂസ് ചെയ്യാം കേട്ടോ. കാരണം എപ്പോഴും നമ്മളൊരു ഡെസി മേക്കപ്പ് ചെയ്യുമ്പോൾ കൺസീലർ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളുടെ കണ്ണിൻ്റെ ഇടയിൽ ഡാർക്ക് സർക്കിൾസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ കുറച്ച് ലൈറ്റർ കളർ കൺസീലർ ഇട്ടാൽ നമ്മുടെ കണ്ണിൽ നല്ലൊരു ഫ്രഷ് ലുക്ക് വരും കേട്ടോ. അത് കണ്ണ് നല്ല വിരിഞ്ഞിരിക്കുന്നൊരു ഫീലിംഗ് തരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും കളർ കറക്റ്ററും കൺസീലറും ഒന്നും മിസ്സാക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ കളർ കറക്റ്റർ അല്ലെങ്കിൽ കൺസീലർ എന്തിട്ട് കഴിഞ്ഞാലും കണ്ണിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ റബ്ബ് ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. കാരണം റബ്ബ് ചെയ്താൽ നമ്മൾ ആക്ച്വലി ആ പ്രോഡക്റ്റ് തുടച്ച് കളയാണ് ചെയ്യുന്നത്. ഇനി ആ കണ്ണൊന്ന് സെറ്റ് ആവണം. ആ സമയത്ത് നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഞാൻ മെയ്ബിലിൻ്റെ ഫിറ്റ് മീ എന്ന് പറഞ്ഞ ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഫൗണ്ടേഷൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാരണം ഇത് ഒരുപാട് സ്വെറ്റ് പ്രൂഫ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടേഷനും ഇത് തന്നെയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ എനിക്ക് തരാനുള്ള ഒരു ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ ഡോട്ടായിട്ട് ഇടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. മാക്സിമം നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് തന്നെ ഫൗണ്ടേഷൻ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ബ്രഷും സ്പഞ്ചസും ഒക്കെ യൂസ് ചെയ്തിട്ടാൽ പകുതി പ്രോഡക്റ്റും വേസ്റ്റ് ആവത്തേ ഉള്ളൂ. നമ്മൾ 3 ദിവസം ഇടുന്ന ഫൗണ്ടേഷൻ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ബ്രഷ് സ്പഞ്ചും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇടേണ്ടി വരും. അതുപോലെ നമുക്ക് ഫൗണ്ടേഷൻ വെറുതെ പ്രോഡക്റ്റ് വേസ്റ്റ് ആയി പോട്ടോ. ഫൗണ്ടേഷൻ നമ്മൾ നമ്മൾ കൺസീലർ ചെയ്ത പോലെ തന്നെ നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാവൂ. ഇങ്ങനെ റബ്ബ് ചെയ്യാൻ പാടില്ല. കാരണം റബ്ബ് ചെയ്താൽ നമ്മൾ പ്രൊഡക്റ്റ് തുടച്ച് കളയാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെയുള്ള വൈറ്റ് നെക്ക് ടോപ്സ് അല്ലെങ്കിൽ ബ്ലൗസ് ഇടുമ്പോൾ കഴുത്തിലൂടെ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് മാത്രം ബ്രൈറ്റ് ആയിട്ടും കഴുത്തിലോട്ട് ഒരുമാതിരി ഇരുണ്ട് നല്ല വൃത്തികേടായിട്ട് ഇരിക്കും. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ അടുത്തത് നമ്മൾ ഇനി നമ്മുടെ കണ്ണിനെ ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കാൻ പോവാണ്. ഇപ്പം ഞാൻ എൻ്റെ സ്കിൻ ടോണിനെ കാട്ടി ലൈറ്റർ ഷെയ്ഡ് കൺസീലർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ കൺസീലർ ആണ് കേട്ടോ. നമ്മൾ ലൈറ്റർ ഷെയ്ഡ് കൺസീലർ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് നല്ലൊരു ഫ്രഷ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ സ്കിൻ ടോണിനെ കാട്ടിൽ ഒരു ലൈറ്റർ ഷെയ്ഡ് കൺസീലർ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് നല്ല ഫ്രഷ് ആക്കും. അതേപോലെ ഞാൻ ഈ പുരികത്തിൻ്റെ അടിയിലും പുരികത്തിൻ്റെ മേളിലും കൊടുത്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പുരികത്തിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ത്രെഡിങ് ചെയ്തിട്ട് കുറച്ചായി. നിങ്ങൾ നല്ല ത്രെഡൊക്കെ ചെയ്തിട്ട് ഇരിക്കുന്നെങ്കിൽ നമ്മൾ പുരികത്തിൻ്റെ സൈഡിലൊക്കെ കൺസീലർ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഡെഫിനിഷൻ കൊടുത്ത് നല്ല ബ്രൈറ്റ് ആയിട്ട് നമ്മുടെ പുരികം എടുത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കണ്ണ് ഏകദേശം കഴിയാനായി. ഇനി നമുക്ക് ആ പുരികം കൂടെ ഒന്ന് സെറ്റ് ആക്കിയാൽ മതി. പുരികത്തിൽ നമ്മൾ കൺസീലർ ഇടുമ്പോൾ അതിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ പ്രശ്നമില്ല. കാരണം നമ്മുടെ പുരികത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് നമ്മൾ റബ്ബ് ചെയ്യുന്നുണ്ട്, അത് ഓക്കെ ആവും. അപ്പം നമ്മുടെ ഒരു കണ്ണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കണ്ണും കൂടെ സെയിം പോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കൺസീലർ ഇടുമ്പോൾ നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിൽ മാത്രമേ കറുപ്പുള്ളെങ്കിൽ നിങ്ങൾ താഴെ മാത്രം കൺസീലർ ഇട്ടാൽ മതി. അല്ലാണ്ട് എന്നെ പോലെ നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും കറുപ്പുണ്ട്, കുഴിഞ്ഞ കണ്ണൊക്കെ ആണെങ്കിൽ ഇതുപോലെ കണ്ണിന് ചുറ്റും കൺസീലർ ഇടണം കേട്ടോ. അടുത്ത് നമുക്ക് ഈ കൺസീലറൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അതായത് അവിടെ ഇവിടെ തൊട്ടാലും പിടിച്ചാലും പോകാണ്ടിരിക്കാൻ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ബനാന പൗഡർ ആണ് കേട്ടോ എടുക്കുന്നത്. ഇത് നമ്മൾ ബ്രഷിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് ഭയങ്കര കേക്കി ആയിട്ടിരിക്കും. നമ്മളിങ്ങനെ ബ്രഷിൽ എടുത്തിട്ട് അവിടെ കുടഞ്ഞിട്ട് വേണം ഇടാൻ എവിടെയെങ്കിലും. കാരണം എന്നാലേ അതിൽ നമുക്ക് ഒരുപാട് വരാണ്ട് വളരെ കുറച്ച് പ്രൊഡക്റ്റ് വരും. അപ്പോൾ നമ്മൾ കുടഞ്ഞിട്ടാൽ ബാക്കി വരുന്നത് മാത്രമാണ് കേട്ടോ ഞാൻ കണ്ണിൻ്റെ ഇടയിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒരുപാട് കേക്കി ആയിട്ട് അവിടെ ഇങ്ങനെ തടഞ്ഞു നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കണ്ണിലെ കൺസീലിംഗ് പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞ് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ണിലെ ബാക്കി പരിപാടികൾ നോക്കാം. ഡെസി മേക്കപ്പ് ലുക്കിൽ എപ്പോഴും ഐസ് ആണല്ലോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മാർസിന്റെ ഒരു ഗ്ലിറ്ററി ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ എടുക്കുന്നത്. ഇതിനകത്ത് കൂടുതലുള്ള കളേഴ്സും ഷിമ്മേഴ്സ് ആണ്. ഞാൻ ഇത് എടുത്തതിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞത് ഇതുപോലെ ഡെസി മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കൈകൊണ്ടിടാൻ എളുപ്പമെങ്കിൽ കൈകൊണ്ടിടാം, ബ്രഷ് കൊണ്ടിടാൻ എളുപ്പമെങ്കിൽ ബ്രഷ് കൊണ്ടിടാം. ഞാൻ സാധാരണ കൈകൊണ്ടാണ് ഇടാറുള്ളത്. പിന്നെ ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത്
നോക്കുന്നേ ഉള്ളൂ കേട്ടോ. ബ്രഷ് കൊണ്ട് ഇട്ടുള്ള സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ പകുതി പ്രോഡക്റ്റ് വേസ്റ്റ് ആണ്. നമുക്ക് പകുതി നമ്മൾ എത്ര ഇട്ടാലും അത് ഒന്നും ആവാത്ത പോലെ തോന്നും. കാരണം പകുതിയും ബ്രഷ് കൊണ്ടുപോകും. നമ്മൾ കൈ കൊണ്ടിട്ടാൽ ഒരു പ്രശ്നം വരില്ല, പെട്ടെന്നതാവും. അപ്പം ഞാൻ ഒരു ഗോൾഡ് ഷിമ്മറി ഒരു ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഒരു ലൈറ്റ് കളർ ഷിമ്മറി ഗോൾഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. അപ്പം ഞാൻ സെയിം പോലെ തന്നെ ലെഫ്റ്റ് ഐസിലും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് ഫെസ്റ്റീവ് ഒരു വൈബ് ആണെങ്കിൽ നിങ്ങൾ ഇതേപോലുള്ള ഷിമ്മേഴ്സ് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്ലെയിൻ വൈറ്റ് കളർ ഐഷാഡാണ് എടുക്കുന്നത്. ഇത് മെയിനായിട്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പുരുകം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുരുകത്തിൻ്റെ താഴെ ഇട്ട് കൊടുക്കാനായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ ആ വൈറ്റ് കളർ ഇട്ടതിന് ശേഷം എന്ത് ഡിഫറൻസ് എൻ്റെ മുഖത്ത് വന്നതെന്ന് ആ രണ്ട് പുരുകം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. നമ്മളൊരു വൈറ്റ് കളർ അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുരുകത്തെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിർത്തും. കയ്യിൽ വൈറ്റ് കളർ ഐഷാഡോ ഇല്ലാന്നൊന്നും പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. ഇതൊക്കെ ഓപ്ഷണലാണ്. കൺസീലർ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കൺസീലർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വെറൈറ്റി കിട്ടുന്നേ ഉള്ളൂ. ഇപ്പം ഞാനൊരു മെറൂൺ കളർ ഐഷാഡോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു മെറൂൺ കളറാണ്. അതുകൊണ്ട് ഞാൻ ഒരു മെറൂൺ കളർ ഷിമ്മർ ഐഷാഡോ ഒരുപാട് ഇട്ടിട്ടില്ല. ആ ഗോൾഡിൻ്റെ മണ്ടയിൽ ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ. ഇനി ഞാൻ ആ മെറൂൺ കളറിനെ അതേപോലെ തന്നെ കണ്ണിൻ്റെ സൈഡിൽ നിന്ന് താഴോട്ടൊന്ന് ഡ്രാഗ് ചെയ്തെടുക്കുകയാണ്. ഒരുപാടൊന്നുമില്ല. നമ്മൾ ആ കോർണറിൽ ഇട്ടിട്ട് അതിൽ നിന്ന് ബാക്കി നിൽക്കുന്ന ഐഷാഡോ ആണ് കണ്ണിൻ്റെ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നത്. ഇതൊരു ചെറിയൊരു സ്മോക്കി ഐസ് ഫീലിംഗ് തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ണിൻ്റെ മേളിൽ ഐഷാഡോ ഇടുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും നമ്മൾ ഇങ്ങനെ ചെയ്താൽ. അടുത്തതായിട്ട് ഐലൈനറാണ് എടുക്കുന്നത്. ഞാൻ ഫോണിൽ നോക്കി ഐലൈനർ ഇടാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ ഐലൈനർ അല്ലാണ്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുളമായോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഐലൈനർ ഇടാൻ അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ സ്റ്റേസിൻ്റെ മസ്കാരയാണ് എടുക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് മസ്കാരയാണ് ഈ സ്റ്റേസിൻ്റെ മസ്കാര. ഞാൻ ആർക്കെങ്കിലും ഇതുവരെ മസ്കാര റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റേസിൻ്റെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ മസ്കാരിനെ പറ്റി പറഞ്ഞു തരുന്നത്. കാരണം എനിക്ക് ഓൾറെഡി ഈ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അതിൻ്റെ കൂടെ എല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മസ്കാരാസ് എല്ലാം കഴുകി കഴിയുമ്പോൾ കണ്ണിന് ചുറ്റും നല്ല കറുത്തിരിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു പരാതി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഒരു മസ്കാര ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞത്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ഇത് വാഷ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഏകദേശം തട്ടിക്കുട്ടി പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബ്ലഷ് ഇടാം കേട്ടോ. അപ്പം ഇത് എൻ്റെ ഫേവറേറ്റ് ബ്ലഷാണ്. എൻ്റെ വീഡിയോസൊക്കെ ആദ്യം തൊട്ട് കാണുന്നവർക്കറിയാം ഞാൻ എല്ലാ വീഡിയോയിലേക്കും ഒറ്റൊരു ബ്ലഷേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് വെറും 100 രൂപയ്ക്കകത്ത് ഇതിന് റേറ്റ് വരുന്നുള്ളൂ. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ബ്ലഷാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. എനിക്കെപ്പോഴും മുഖം ഫുള്ള് മാറ്റായിട്ടിരുന്നാലും എൻ്റെ ആ ചീക്സ് അല്ലെങ്കിൽ എൻ്റെ കവിളൊന്ന് നല്ല തുടുത്ത് തിളങ്ങി നിൽക്കണം. അങ്ങനെ ഒരു ഗ്ലോയി മേക്കപ്പ് തരുന്നൊരു ബ്ലഷാണ് കേട്ടോ ഇത്. കാരണം ഇതൊരു പേസ്റ്റ് പോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ബ്ലഷ് പൗഡേഴ്സ് ഇടുമ്പോൾ ഒരു പൗഡേർഡ് ഫിൽറ്റേർഡ് ബ്ലർ ലുക്കൊന്നും നമുക്ക് കിട്ടൂല. അതിനുശേഷം ഞാൻ എടുക്കുന്നത് NYBൻ്റെ സ്ട്രോബ് ക്രീമാണ്. സ്ട്രോബ് ക്രീം അറിയില്ല, നമ്മുടെ മുഖത്തിനെ ഒന്ന് ഇല്ലുമിനേറ്റ് ചെയ്ത് നല്ല തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രോബ് ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മൂക്കിലൊന്ന് ഇട്ടപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്ട്രോബ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെയിം ഐഷാഡോയിലെ തന്നെ ഹൈലൈറ്റർ അല്ലെങ്കിൽ ഷിമ്മേഴ്സ് വെച്ചിട്ട് ഈ സ്ട്രോബ് ക്രീമിന് പകരം ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഈ സ്ട്രോബ് ക്രീമിൻ്റെ കൂടെ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് വീണ്ടും ഐഷാഡോ വെച്ചിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സ്ട്രോബ് ക്രീം നമ്മുടെ ബ്ലഷ് പോലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. നമ്മൾ ബ്ലഷ് ഇട്ട പോലെ തന്നെ ആ ഒരു ഷേപ്പിന് നമ്മളുടെ രണ്ട് സൈഡിലും കവിളിൽ ഈ സ്ട്രോബ് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഇട്ട് കൊടുത്താൽ നമ്മുടെ കവിള് നല്ല തിളങ്ങി തുടുത്ത് നിൽക്കും. നല്ല ആക്ട്രസിൻ്റെ ഒക്കെ കവിള് നമ്മൾ കാണൂലേ, നല്ല തിളങ്ങി നല്ല കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലെ നല്ല തിളങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് സ്ട്രോബ് ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് ഞാൻ എടുത്തത് അധികം വന്നപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കോളർ ബോണിലൊക്കെ തേച്ച് കൊടുത്ത് വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ ഫേസിൻ്റെ ഹൈലൈറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ലിപ്സിൻ്റെ പരിപാടി നോക്കാം. ഞാൻ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് ലിപ്സ്റ്റിക് ഇടണം. ഒരു ഷെയ്ഡ് ഓഫ് റെഡ് വേണോ, ഷെയ്ഡ് ഓഫ് മെറൂൺ വേണോ? അങ്ങനെ ഞാൻ അവസാനം ഒരു തീരുമാനത്തിലെത്തി. നമുക്ക് ഈ ഷെയ്ഡ് ഓഫ് മെറൂൺ വെച്ചിട്ട് ഒരു ലൈൻ ചെയ്തിട്ട് ഷെയ്ഡ് ഓഫ് റെഡ് വെച്ചിട്ട് ഒരു ലിപ്സ്റ്റിക് ആക്കാന്നുള്ളത്. ഈ ഒരു മെറൂൺ ഷെയ്ഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് കളർ ബാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ആക്ച്വലി ഇത് ഞാൻ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിൽ നിന്ന് ഒരു വർഷം മുന്നേ വാങ്ങിയതാണ്. അതുകൊണ്ട് ഇത് ബ്രാൻഡഡ് ഒന്നും ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഈ മെറൂൺ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഈ ചുണ്ടിന് ചുറ്റും ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ചുണ്ടിൻ്റെ ഇന്നർ പാർട്ടിൽ ഫില്ല് ചെയ്യാനുള്ള ലിപ്സ്റ്റിക് ആയിട്ട് ഞാൻ എടുക്കുന്നത് മെയ്ബെലിൻ്റെ 02 സോഫ്റ്റ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാനൊരു ഡാർക്ക് റെഡ് മെറൂൺ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് വാങ്ങിയൊരു ഷെയ്ഡാണ് കേട്ടോ. പക്ഷെ ഇത് അതൊന്നുമല്ല. അതിന് എൻ്റെ ലിപ്സിൽ ഇടുമ്പോൾ മാത്രമാണോ ഇങ്ങനെ ഒരുമാതിരി ലൈറ്റ് റെഡ് കളർ വരുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ ഏകദേശം ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നമ്മളുടെ ബേസിക് മേക്കപ്പ് ഒക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ. ശരിക്കും എന്നെ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ. മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ട ഒരാളെ ഇല്ല ഞാൻ വല്ലാണ്ട് അങ്ങ് സുന്ദരിയായ പോലെ എനിക്ക് തന്നെ തോന്നി.
ഇനി അവസാനം നമ്മുടെ കുറച്ച് ഹൈലൈറ്റിങ്ങിന് നമുക്ക് നമ്മുടെ മാഴ്സിന്റെ ഐഷാഡോ പാലറ്റ് ഒന്നും കൂടി എടുക്കാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനൊരു സ്റ്റെപ്പ് അധികാരം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു സ്റ്റെപ്പാണ് കേട്ടോ. ഞാൻ ആ ഐഷാഡോയുടെ മേലിട്ട ഒരു മെറൂൺ കളർ ആ ഒരു ഐഷാഡോ എടുത്തിട്ട് ഞാൻ സെയിം ബ്ലഷിന്റെയും നമ്മളെ സ്ട്രോബ് ക്രീമിന്റെയും മണ്ടേ കൂടി ഇടുകയാണ്. ഇത് ഇടുമ്പോൾ കറക്റ്റ് എൻ്റെ ഡ്രസ്സിനും ഈ കളർ ആയതുകൊണ്ട് എനിക്ക് ആ ബ്ലഷിനും ഇതിനും കൂടെ ഇടയിൽ നിന്നിട്ട് ഒരു സ്മൂത്ത് നല്ല റെഡ് കളർ ഉരുണ്ട ചെറി പോലെ നമ്മുടെ കവൾ ഇരിക്കുന്ന പോലെ തോന്നുന്നു. എനിക്കിങ്ങനെ പിടിക്കാൻ തോന്നും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യണ്ട. ചിലപ്പോൾ കാണുമ്പോൾ ഇച്ചിരി ഓവറായിട്ട് തോന്നും, ബട്ട് എനിക്കതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഞാനൊരു ഗോൾഡ് ഷിമ്മർ എടുത്തിട്ട്, എൻ്റെ കയ്യിൽ ഹൈലൈറ്റർ ഒന്നും ഇല്ല, കാരണം എനിക്ക് എൻ്റെ ഈ ഐഷാഡോ പാലറ്റ് തന്നെ അധികമാണ്. അതുകൊണ്ട് ഒരു ഹൈലൈറ്റർ വാങ്ങണമെന്ന് എനിക്കതൊരു തോന്നിയിട്ടേ ഇല്ല. അപ്പം ഞാൻ ആ ഗോൾഡ് ഷിമ്മർ എടുത്തിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ മൂക്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മൂക്ക് നല്ല തിളങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ആരും മിസ്സാക്കണ്ട. കയ്യിലൊരു ഹൈലൈറ്ററോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഷിമ്മർ ഐഷാഡോസോ ഉണ്ടെങ്കിൽ ഇതുപോലെ മൂക്കിലും താടിയിലും അതേപോലെ തന്നെ കവളിൽ ഇപ്പം തന്നെ ഞാൻ ഇച്ചിരി ഓവർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കവളിൽ വീണ്ടും ഇടാഞ്ഞത്. അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു ക്ലോസപ്പ് ലുക്ക്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ സാരി എടുത്തിട്ട് വന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പം ഞാൻ പോയിട്ട് സാരിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തായിട്ട് കമ്മലിടാൻ കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിൽ 2 കമ്മലുണ്ടായിരുന്നു. സോ ഐ വാസ് ബിറ്റ് കൺഫ്യൂസ്ഡ് ഏത് കമ്മൽ ഇടണമെന്ന്. കാരണം ഇങ്ങനൊരു കമ്മൽ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ആക്ച്വലി ഞാൻ എൻ്റെ വാർഡ്രോബ് നോക്കിയപ്പോൾ ഞാനോട്ടോ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇച്ചിരി ഓവറാവുമല്ലേ വിചാരിച്ചിട്ട് ഈ കമ്മൽ തന്നെ ഇട്ടിട്ടോ. നല്ല രസമുണ്ട്. ഇത് എത്ര 120 രൂപീസിന് ഞാൻ എറണാകുളം ബ്രോഡ്വേന്ന് വാങ്ങിയ കമ്മലാണ് കേട്ടോ. ഇത് പക്ഷെ ഇത്ര നല്ലതായിരിക്കും ഇങ്ങനൊരു കമ്മൽ ആക്ച്വലി എൻ്റെ ഉണ്ടെന്ന് പോലും എൻ്റെ ഓർമ്മയിൽ പോലും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവ് എനിക്ക് തന്നെ എന്നെ കണ്ടപ്പോൾ തോന്നി. സുന്ദരിയായെന്ന് ചോദിച്ചാൽ സുന്ദരിയായി, പക്ഷെ എന്തോ ഒരു കുറവ്. അപ്പോഴാണ് മനസ്സിലായത് പൊട്ടിൻ്റെ കുറവാണെന്ന്. അങ്ങനെ എൻ്റെ കയ്യിൽ പൊട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് താൽക്കാലികമായി ഞാൻ ഐലൈനർ എടുത്തിട്ട് ഒരു കുഞ്ഞു കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം നമ്മുടെ മേക്കപ്പ് ലുക്കൊക്കെ കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ഇടാൻ മറക്കല്ലേ. പിന്നെ ജ്വല്ലറി ആയിട്ട് നെക്ക് വെറുതെ ക്ലീൻ ആക്കി ഇടാനാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ കുറച്ച് ബാംഗിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബിഗിനർ ഫ്രണ്ട്ലി മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കല്ലേ. അപ്പം എത്രയേ ഉള്ളൂ. ബൈ. इस जहां में बावरा एक साथ हो, इस सयानी भीड़ में बस हाथों में तेरा हाथ हो. बावरे से दोनों हो कोई, बावरा एक राग हो. बावरे से दोनों हो कोई, बावरा एक राग हो.